നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. 2019 അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെത്തിച്ചതായി കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയെന്ന് മന്ത്രി വി എൻ വാസവൻ. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടിയെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരള സർവകലാശാലയിൽ ക്രിമിനൽ കേസ് പ്രതികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ. കോളേജുകൾക്ക് സർക്കുലർ നൽകി പ്രതിഷേധവുമായി SFI. കരൂർ ദുരന്തത്തിൽ TVK നേതാക്കൾക്ക് നോട്ടീസ്. റാലിയുടെ മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശം. തമിഴ്നാട്ടിൽ നിശ്ചയിച്ചിരുന്ന 2 ആഴ്ചത്തെ പൊതുയോഗങ്ങൾ മാറ്റി TVK. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. എത്തുന്നത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും തെളിവുണ്ടെന്ന് പരാമർശം. ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം. വിദേശികളെ പോലെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന് അതാണ് വിഷയം. രാഷ്ട്രത്തിന്റെ മതമായി അവർ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പിന്നോക്കക്കാർക്കും പാവങ്ങൾക്കും വോട്ടവകാശം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മൗലികമായി ആ പ്രസ്ഥാനം നിൽക്കുന്നത്. അവർക്ക് പരമപുച്ഛമാണ് ജനാധിപത്യം എന്ന ആശയത്തോട്. അവർക്ക് അവഹേളനമാണ് അതിന്റെ പ്രാണവായുവായ ഇലക്ഷനോട്. അവർക്ക് ലവലേശം കൂറില്ല വോട്ടർ പട്ടികയോട്. അതിന്റെ എല്ലാം പ്രത്യക്ഷമായ തെളിവാണ് ഈ SIRന്റെ നവീകരണ പ്രക്രിയ. അത് നവീകരണമല്ല, അത് വോട്ടർ പട്ടികയെ അവഹേളിക്കലാണ്. വോട്ടിങ്ങിന് അത് താരമറക്കുകയാണ്. ഡെമോക്രസിയെ അത് വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് LDF നോക്കിയിരിക്കാൻ പോകുന്നില്ല. 23 മുതലുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചക്കാലം കേരളം മുഴുവനും LDFന്റെ പ്രതിഷേധ പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കും. ബീഹാർ മോഡലിൽ വോട്ടുകൾ കാഞ്ചിക്കൊണ്ട് പോകാൻ വന്നാൽ പ്രബുദ്ധമായ കേരളം സമ്മതിക്കാൻ പോകുന്നില്ല. എല്ലാ തരത്തിലും ആ നീക്കത്തെ ചെറുക്കും കേരളം. അത്ഭുതം എന്താ അതിനകത്ത്? CPI ആരുടെയും B ടീമല്ല. CPI ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നിന്റെയും ആരുടെയും B ടീം ആകാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. CPI LDFലെ പ്രബലമായ ഒരു ഘടകമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഉറച്ച ബന്ധുവാണ് CPI. മാത്രമല്ല, ആ രാഷ്ട്രീയത്തിന്റെ വഴികാട്ടിയാണെന്ന് പോലും പറയാം CPIയെ പറ്റി. LDF രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ്. ആ രാഷ്ട്രീയത്തിന്റെ പതാക CPI ഉയർത്തിപ്പിടിക്കും. CPI എല്ലാ തരത്തിലും LDFനെ ശക്തിപ്പെടുത്താനായി ആകാവുന്ന എല്ലാ പങ്കും വഹിക്കും. അതിന്റെ അർത്ഥം CPI B ടീമാണെന്നല്ല. CPI can never be a B ടീം. ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ദൈനംദിന ബന്ധമുണ്ട് ജനങ്ങളുമായിട്ട്. സംസാരിക്കും, ഇടപഴകും, അവരുടെ കൂടെയാണ്. അവരിൽ നിന്ന് വേറിട്ട് CPI മന്ത്രിമാരില്ല, LDF മന്ത്രിമാരുമില്ല. അല്ലേ? ഇനി മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. സ്വർണ്ണപ്പാളി ബംഗളൂരിൽ എത്തിച്ചെന്ന വിജിലൻസ് കണ്ടെത്തൽ. ശ്രീരാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് സ്വർണ്ണപ്പാളി എത്തിച്ചത്. ഈ ക്ഷേത്രത്തിലെ മുൻ ശാന്തിക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 സംഭവം. ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിജിലൻസിന് വിവരം ലഭിച്ചു. വ്യവസായിയായ രമേശിനൊപ്പം ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി എത്തിച്ചത്. പൂജകൾ നടത്തിയ ശേഷം പാക്ക് ചെയ്ത് കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് മന്ത്രി വി എൻ വാസവൻ. അയ്യപ്പ സംഗമം നടക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് പീഠം വാർത്ത വന്നത്. ആസൂത്രിതമായ ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു.
40 ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണം പൂശാനെന്ന രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിട്ട ആ ഉത്തരവ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിജിലൻസാണ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് അത് അന്വേഷിക്കുക. അത് കൃത്യമായി കാര്യങ്ങളെല്ലാം വെളിയിൽ വരും. അത് ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം ഇത് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ എല്ലാ ഉള്ളടക്കങ്ങളും വെളിയിൽ വരട്ടെ. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് ഈ നിലപാട്. അത് കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണെന്ന് വി ഡി സതീശൻ ചോദിച്ചു. വൻതോതിൽ തട്ടിപ്പ് നടന്നിട്ടും ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കാതിരുന്നത്? കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താവൂ. അത് അതിന്റെ പ്രിമൈസസിൽ വെച്ച് തന്നെ നടത്തണം. കോടതിയുടെ അനുമതിയില്ലാതെ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് അയച്ചു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ സമഗ്ര അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്നും സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ പ്രസിഡന്റ് പത്മകുമാറിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ മന്ത്രിക്കും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറയുന്നു ദുരൂഹതയുണ്ട് എന്നാണ്. ദുരൂഹതയുണ്ട് എന്നുള്ളത് എപ്പോഴാണ് തോന്നിയത്? 2019 ഇയാളെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോ ഈ തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടാവും. ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് കൈകഴുകാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അങ്ങനെ ദുരൂഹതയുള്ള 4 കിലോ സ്വർണം, ഇനി ചെമ്പാണെങ്കിൽ ചെമ്പിന്റെ മുകളിൽ സ്വർണ്ണ പാളികളാണ്. അതിൽ 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ, ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ വീണ്ടും 2025 ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന് ഒഴിഞ്ഞുമാറാൻ പറ്റുമോ? മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ K അനന്തഗോപനെതിരെ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ രംഗത്ത്. എല്ലാ കാലത്തും ദേവസ്വം മാനുവൽ നോക്കിയാണോ കാര്യങ്ങൾ ചെയ്തതെന്നും 18ാം പടിക്ക് മുകളിൽ ഫോൾഡിംഗ് റൂഫ് വെച്ചത് ആരുടെ കാലത്താണെന്നും അനന്തഗോപൻ ചോദിച്ചു. പിന്നീട് അത് അനാവശ്യമെന്ന് കണ്ട് തന്റെ കാലത്ത് ഇളക്കി മാറ്റിയെന്നും പത്മകുമാർ പറഞ്ഞു. വിദേശയാത്ര നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശയാത്ര നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. ഞാൻ ഒന്നുകൂടെ കടത്തി പറയുകയാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അത്രയേ ഉള്ളൂ. ഒരിക്കലുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഇതിപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ സംവിധാനമാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പുതിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പുതിയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം. ഇത് നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് നയപരമായ തീരുമാനങ്ങളാണ്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ചീഫ് എഞ്ചിനീയറും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറുമാണ്. അവരുടെ ഉത്തരവാദിത്വത്തെ തന്നെയാണ് കൊടുത്തയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ക്രിമിനൽ കേസ് പ്രതികളായാൽ അഡ്മിഷൻ ഇല്ല എന്ന തീരുമാനവുമായി കേരള VC മുന്നോട്ട്. വിഷയത്തിൽ കോളേജുകൾക്ക് VC മോഹനൻ കുന്നുമ്മൽ സർക്കുലർ അയച്ചു. പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറിലുണ്ട്. സത്യവാങ്മൂലം ലംഘിച്ച് കേസിൽ പ്രതികളായാൽ നടപടിയെടുക്കാം. സർക്കുലർ ലംഘിച്ചാൽ നടപടി കോളേജ് കൗൺസിലിന് തീരുമാനിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കരൂർ ദുരന്തത്തിൽ TVK നേതാക്കൾക്ക് നോട്ടീസ്. കരൂരിലെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ഫുട്ടേജുകളും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് TVK നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചത്. ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാറിനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാവിലെ അർജുൻ ആദവായുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. അതിനിടെ വിജയുടെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ചെന്ന വാർത്തയും പുറത്തുവന്നു. അടുത്ത 2 ആഴ്ചത്തെ പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് TVK സെക്രട്ടേറിയറ്റിന്റെ അറിയിപ്പ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും. 49 ലക്ഷം ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും ഗുണം ലഭിക്കും. 10,085 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു. ജനുവരി ആദ്യം 2% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. റഷ്യൻ പ്രസിഡന്റ് എത്തുന്നത് പ്രധാനമായും ഇന്ത്യ-റഷ്യ ഉച്ചകോടിക്കായിട്ടാണ്. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, സഹകരണം എന്നിവയും സന്ദർശനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടും. ഈ വർഷം അവസാനം പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി മോസ്കോ തയ്യാറെടുക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. സംസ്ഥാനത്ത് GST വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നു. വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1,100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നും 200 കോടിയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുവെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ് നടന്നതായി രേഖകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. 1,100 കോടി രൂപയുടെ വ്യാജ രജിസ്ട്രേഷൻ നടന്നതിലൂടെ 200 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായി. പൂനെ GST ഇന്റലിജൻസ് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനപ്പുറം അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്നും തട്ടിപ്പിന് സർക്കാർ കുടപിടിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് തട്ടിപ്പ് നടക്കുന്നതെന്നും ഇപ്പോൾ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ CBI അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. 1,100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു. GST നഷ്ടം വന്നു. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല. നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ഇത് വെറും നികുതി തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റാ മോഷണം കൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നിരന്തരം തട്ടിപ്പ് നടന്നിട്ടും മിണ്ടാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നികുതി തട്ടിപ്പ് നടത്തുകയും ഡാറ്റാ മോഷണം നടത്തുകയും ചെയ്തിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വേടനെതിരെ തെളിവുണ്ടെന്ന് പോലീസ് അറിയിച്ചു. തൃക്കാക്കര പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ ഈ കേസിൽ ജാമ്യത്തിലാണ് വേടൻ. യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വേടൻ ബലാത്സംഗം ചെയ്തതിനും വിവാഹ വാഗ്ദാനം നൽകിയതിനും വാട്സാപ്പ് ചാറ്റുകളടക്കം തെളിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളിലും രേഖകളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2 തവണ വേടനെ പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നതിനാലാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത്. കഞ്ചാവ് കേസിലും കഴിഞ്ഞ ദിവസം വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 9 പേരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. സ്വാഭാവിക മരണത്തിന് കട്ടപ്പന പോലീസ് കേസെടുത്തു. 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 3 പേർ അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മറ്റുള്ളവർ. സാമ്പത്തികമായി ഏറെ പിന്നാക്കാവസ്ഥയിലുള്ളവരാണ് മരിച്ച 3 പേരും. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഇവരെ സഹായിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അവർക്ക് ഇതാണ്, വേറെ ഒന്നും ഒരു അവസ്ഥയില്ല, വസതി ഒന്നുമില്ല, വാടക വീടാണ്, വാടക ഇത്, വേറെ അവർക്ക് വരുമാനം മുതലൊന്നും ഇല്ല. ജയരാമൻ പണിത് പോയി ജോലിക്ക് പോയാലേ ഉള്ളൂ, വലിയ അത്രക്കൊന്നും അവരുടെ ഇല്ല. അപകടം സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADM ഷൈജു ജേക്കബ് അപകടസ്ഥലം സന്ദർശിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി. അപകടമുണ്ടായ ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. NSSുമായി UDF പ്രശ്നങ്ങളില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. NSS ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചപ്പോൾ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമില്ല എന്ന് സുമാൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട്. NSSുമായി സൗഹൃദം എപ്പോഴുമുണ്ട്, പുതുക്കേണ്ട ആവശ്യമില്ല എന്നും സലാം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് പാർലമെന്ററി കമ്മിറ്റികൾക്ക് ചുമതല നൽകിയെന്നും സലാം കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് നടന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നത് ശരിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു, ഞങ്ങളിപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ലീഗിനുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല, ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ UDF മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം. അല്ല, ഈ തർക്കം ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണി KN ആണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5373 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂർ ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോടെയാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഉടമ ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന കാട്ടുപന്നികളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശത്തോടെ വെടിവെച്ചു കൊന്നത് 5000-ലധികം എണ്ണത്തിനെന്ന് ഔദ്യോഗിക കണക്ക്. പാലക്കാട് ജില്ലയിൽ മാത്രം 1500 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുണ്ട്. 3 വർഷത്തിനിടയിലുള്ള കണക്കാണിത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 871 ഷൂട്ടർമാരുണ്ട്. ഇതിൽ 116 പേർ ഷാർപ്പ് ഷൂട്ടർമാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവുണ്ടായാൽ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഷൂട്ടർമാരിറങ്ങും. അക്രമകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ 2022 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 5102 കാട്ടുപന്നികളെ ഇപ്രകാരം വെടിവെച്ചു കൊന്നു. ഏറ്റവും കൂടുതൽ പന്നികളെ കൊന്നത് പാലക്കാട് ജില്ലയിലാണ്, 1502 എണ്ണത്തിന്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്, 1 എണ്ണത്തിന് മാത്രം. മലപ്പുറം 988, തിരുവനന്തപുരം 854, കണ്ണൂർ 723, കോഴിക്കോട് 472, പത്തനംതിട്ട 159, തൃശൂർ 130, കൊല്ലം 120, കാസർഗോഡ് 25, വയനാട് 24, എറണാകുളം 6, കോട്ടയം 3 എന്നിങ്ങനെയാണ് കാട്ടുപന്നികളെ ഇതുവരെ വെടിവെച്ചു കൊന്ന കണക്ക്. 652 പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യമുള്ളത്. ഇതിൽ 297 ഇടങ്ങളിൽ രൂക്ഷമാണെന്ന് കണക്കുകൾ പറയുന്നു. കാട്ടുപന്നി ശല്യം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. നാടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് സംരക്ഷണം നൽകുന്ന ഒരാളുണ്ട് ഇടുക്കി കമ്പംമേട്ട് പോലീസ് സ്റ്റേഷനിൽ. ബ്രൂണോ എന്ന നായയാണ് പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷന്റെയും കാവൽക്കാരി. 3 വർഷം മുമ്പ് ഇവിടെ എത്തിയ നായയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ സ്വയം ഏറ്റെടുത്തതാണ് ഈ സംരക്ഷണ ചുമതല. ബ്രൂണോയുടെ അനുസരണയും ശാന്തമായ സ്വഭാവവും കണ്ടാൽ ഇവൾക്കും പോലീസിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കും തോന്നിപ്പോകും. എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്തിടപഴകും. പുതിയതായി എത്തുന്ന ഉദ്യോഗസ്ഥരോട് പോലും ബ്രൂണോയുടെ പെരുമാറ്റം മുൻപരിചയമുള്ളതുപോലെ തന്നെ. ആരും പഠിപ്പിച്ചതല്ലെങ്കിലും ഇവൾക്ക് ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി അറിയാം. സ്റ്റേഷന്റെ തിണ്ണയിൽ കിടക്കും, പക്ഷേ അകത്തേക്ക് കയറില്ല. ആര് വന്നാലും കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആരെങ്കിലും സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇവൾ ഇടപെടും. 3 വർഷം മുമ്പാണ് ബ്രൂണോ കമ്പംമേട്ട് പോലീസ് സ്റ്റേഷനിൽ
എത്തുന്നത്. അന്നു മുതൽ ഇവിടുത്തെ കാവൽക്കാരിയായി മാറി. ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ വിദഗ്ധ ചികിത്സ ലഭിച്ചതോടെ ബ്രൂണോ സജീവമായി. ആ നായ ഇവിടെ ഏകദേശം ഒരു 3 കൊല്ലത്തോളമായിട്ട് ഈ സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്നൊരു നായയാണ്. അതിന് നമ്മൾ ബ്രൂണോ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. അത് വേറെ മറ്റൊരു ഉപദ്രവകാരിയൊന്നുമല്ല. നമ്മുടെ സ്റ്റേഷനകത്ത് കയറുമൊന്നുമില്ല, ആ വരാന്തേ കിടക്കുകയുള്ളൂ. ഇവിടെ സ്ത്രീകളെല്ലാം രാത്രി നൈറ്റിൽ നിൽക്കുന്ന സമയങ്ങളെല്ലാം അവർക്കെല്ലാം ഒരു കരുതലായിട്ട് നിൽക്കുന്ന ഒരു നായ കൂടിയാണത്. സ്റ്റേഷനിൽ മാത്രമല്ല, സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലും ഇവൾ ഇടയ്ക്ക് ഡ്യൂട്ടിക്കെത്തും. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബ്രൂണോ. അമൃത ന്യൂസ്, ഇടുക്കി. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യത്യസ്തമായ ഒരു ലൈബ്രറി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട പ്രമാടം പ്രകൃതി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ. സ്കൂളിലെ കേടായ പഴയ വാഹനത്തെയാണ് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ കഥാമുറി എന്ന് പേരിട്ട പുസ്തകവണ്ടി കുട്ടികളുടെയും ഇഷ്ട ഇടമാണ്. തകരാറിലായ സ്കൂൾ ബസ് സ്കൂളിലെ സ്ഥലം അപഹരിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. നന്നാക്കാൻ കഴിയില്ല. സ്കൂളിലെ ആദ്യകാല വാഹനമായതിനാൽ പൊളിക്കാനും തോന്നുന്നില്ല. ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത എത്തി നിന്നത് ലൈബ്രറി എന്ന ആശയത്തിലേക്ക്. എൻ്റെ കഥമുറി എന്ന പേരിൽ പത്തനംതിട്ട പ്രമാടം പ്രഗതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വ്യത്യസ്തമായൊരു ലൈബ്രറി ഉള്ളത്. മായാവിയും ലുട്ടാപ്പിയും ജെറിയും ടോമുമെല്ലാം ഈ കഥാമുറിയുടെ ചുവരുകളിലുണ്ട്. ഓരോ കുട്ടികളും പിറന്നാൾ ദിനത്തിൽ ഓരോ പുസ്തകം സമ്മാനിക്കും. ഇപ്പോൾ ഏകദേശം 500 മുകളിൽ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകവണ്ടിയിൽ. അമർചിത്ര കഥകൾ മുതൽ ഇംഗ്ലീഷ് കവിതാ പുസ്തകങ്ങൾ വരെയുണ്ട്. ഓരോ ദിവസത്തെയും പത്രങ്ങളും. ആദ്യമൊരു കൗതുകമായിരുന്നെങ്കിൽ ഇവിടം ഇപ്പോൾ കുട്ടികളുടെ സ്ഥിരം ഇടമാണ്. കുട്ടികൾ അവരുടെ ജന്മദിനത്തിൽ ബുക്സ് സ്കൂളിലേക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ആ ബുക്കുകളും നമ്മുടെ സ്കൂളിലെ ബുക്സിൻ്റെ കളക്ഷനുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ക്ലാസ് ലൈബ്രറികളുണ്ട്. നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ട്. പുസ്തകവണ്ടിയിൽ ഇരുന്നുള്ള വായന കുട്ടികൾക്കും ഏറെ ഇഷ്ടമാണ്. സംഭവം കളറായതോടെ കഥമുറി വിപുലീകരിക്കാനാണ് സ്കൂൾ അധികൃതരുടെയും PTA തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. മഴക്കാലത്ത് ഇല്ലിക്കൽ കല്ല് കാണാൻ ഒരു പ്രത്യേക ചേലാണ്. ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മഴയാത്ര പോലും ആരുടെയും മനസ്സ് നിറയ്ക്കും. ഇടവിട്ടുള്ള മഴയെ തുടർന്ന് കോടമഞ്ഞിൽ മൂടിയ ഇല്ലിക്കൽ കല്ല് കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ഇല്ലിക്കൽ കല്ലും അവിടേക്കുള്ള യാത്രയും സഞ്ചാരികൾക്ക് എന്നും ഹരം പകരുന്നതാണ്. സീസണിനനുസരിച്ച് കാഴ്ചകളും മാറും. ഒരുപക്ഷെ ഇല്ലിക്കൽ കല്ല് യാത്ര ഏറ്റവും ആസ്വാദികരമാവുക മഴക്കാലത്താവും. എങ്ങും പച്ചപ്പും മലനിരകൾക്കിടയിൽ കോടമഞ്ഞും എല്ലാം ചേർന്ന അവാച്യമായ ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുക. മഴയാത്ര നടത്തി ഇല്ലിക്കൽ കല്ല് കാണാൻ എത്തുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, മഴ സമയത്തെത്തിയാൽ ചിലപ്പോൾ ഇല്ലിക്കനെ നന്നായി കാണാൻ സാധിക്കണമെന്നില്ല. കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഇല്ലിക്കൽ കല്ല് ചിലപ്പോൾ ഒരു നിമിഷാർദ്ധത്തേക്ക് കോടമഞ്ഞിൽ നിന്നും പുറത്തു വരികയും വീണ്ടും മറയുകയും ചെയ്യും. ഏറെ നേരം കാത്തുനിന്നിട്ടും മഞ്ഞുമാറി ഇല്ലിക്കൽ കല്ല് കാണാൻ സാധിക്കാതെ മടങ്ങുന്നവരും നിരവധിയാണ്. ഞങ്ങൾ വൈപ്പിനി വന്നാണ്. ഞങ്ങൾ ഈ ഒരു മഴ സീസണിൽ ഇല്ലിക്കൽ കല്ല് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് ആക്ച്വലി കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ കോട ഈ ഒരു ഇത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് ഒന്നുകൂടി എൻജോയ് ചെയ്യണം. 3 നിലവിൽ നിന്നോ മേലുകാവിൽ നിന്നോ കയറി വരണം ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻവശത്തെത്താൻ. അതേസമയം തലനാട് നിന്നും ഇല്ലിക്കൽ കല്ലിൻ്റെ പിന്നിലെത്തുന്ന വഴിയിലെ കാഴ്ചകളും അതിമനോഹരമാണ്. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഇടം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അതിശക്തമായ മഴയുള്ളപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര വളരെ അപകട സാധ്യതയുള്ളതാണ്. ഇത്തരം സമയങ്ങളിൽ ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതിയും ഉണ്ടായിരിക്കില്ല. അമൃത ന്യൂസ്, കോട്ടയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മോഡൽ പരിഷ്കരണമാണ് കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നടപ്പാക്കുകയെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അത്തരം ശ്രമങ്ങളെ ബഹുജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണൻ ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു, ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്നു. ആ ഘട്ടത്തിലാണ്
വോട്ടർ പട്ടിക പുതുക്കൽ SLRമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു. SLR ബീഹാറിൽ നടപ്പിലാക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ തള്ളി പുറന്തള്ളലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ആ SLR വലിയ വിവാദമായി, വലിയ പ്രക്ഷോഭമായി കോടതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ RSS ഉദ്ദേശിക്കുന്നത് പോലെ ബീഹാർ മോഡൽ പുറന്തള്ളൽ പരിഷ്കരണമാണ് SLRലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലത്തോളം അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചി ഹാർബറിൽ മത്സ്യം വിൽക്കാൻ വെള്ളംകോരി തൊഴിലാളികൾ അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി പേഴ്സിയൻ ബോട്ട് തൊഴിലാളികളും ബോട്ട് ഉടമകളും. ഹാർബറിലെ വെള്ളംകോരി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ നോക്കുകൂലി ആവശ്യപ്പെടുന്നു എന്നാണ് പരാതി. കഴിഞ്ഞ മാസം ബോട്ട് തൊഴിലാളികൾ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ വെള്ളംകോരി തൊഴിലാളികൾ തയ്യാറാവുന്നില്ല എന്ന ആരോപണവും ശക്തമാണ്. വെള്ളംകോരി വിഭാഗത്തിലുള്ള കൂലി വ്യവസ്ഥയ്ക്കെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ് പേഴ്സിയൻ ബോട്ട് തൊഴിലാളികൾ. കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തൊഴിലാളികൾക്ക് ബോട്ട് തൊഴിലാളികൾ 2% വിഹിതം നൽകണമെന്ന ആവശ്യത്തിനെതിരെയാണ് ബോട്ട് തൊഴിലാളികൾ രംഗത്തെത്തിയത്. ബോട്ടുകൾ മത്സ്യബന്ധനത്തിനുള്ള ചിലവ് പോലും മാറ്റാതെയാണ് ഈ 2% നൽകേണ്ടത്. ഇത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നതെന്ന് ബോട്ട് തൊഴിലാളികൾ പറയുന്നു. കേരളത്തിൽ ഒരു ഹാർബറിലും ഇല്ല. ഇവിടെ തന്നെ 10-13 സെക്ഷൻ CIT തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂലി വ്യവസ്ഥയിലാണ് പണിയെടുക്കുന്നത്. അവർക്കെല്ലാം കൂലി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ മത്സ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം കഷ്ടപ്പെടുന്ന തൊഴിലാളി വിഭാഗത്തിന്. പക്ഷേ ഇതൊരു ജോലിയില്ല അവർക്ക്. അവർ വരുന്ന 2 പേർ ഒരു ബോട്ടിൽ വരും. 2 പേർ ബോട്ടിൽ വന്നിട്ട് ഒരു ബോട്ട് ഫ്ലാറ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു കയറിട്ട് കെട്ടും. അത് മാറി നിൽക്കുക. അവർക്കാണ് പിടിച്ചണ്ട് വരുന്ന മീനിൻ്റെ ചിലവ്, ഓപ്പറേഷൻ കോസ്റ്റ് പോലും കുറയ്ക്കാതെ 2% കൊടുക്കണമെന്ന് പറയുന്നത്. വെള്ളംകോരി വിഭാഗത്തിന് കൂലി നൽകുന്നതിനെതിരെ നേരത്തെ ബോട്ട് തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു. അന്ന് മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് സമരം പിൻവലിച്ചത്. ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ വെള്ളംകോരി വിഭാഗം തയ്യാറാവുന്നില്ലെന്നും ബോട്ടുടമകൾ പറഞ്ഞു. കൊച്ചി ഹാർബറിൽ അടുക്കുന്ന ബോട്ടുകളിലേക്ക് വെള്ളം എത്തിച്ചു നൽകുന്ന തൊഴിലാളികളാണ് വെള്ളംകോരി വിഭാഗത്തിലുള്ളത്. ബോട്ടുകളിലേക്ക് വെള്ളം നൽകാൻ പൈപ്പ് കണക്ഷൻ വരുന്നതിന് മുൻപാണ് ഈ വിഭാഗത്തിൽ തൊഴിലാളികളെ നിയമിച്ചത്. എന്നാൽ പൈപ്പ് കണക്ഷൻ വന്നിട്ടും ഇവർ തുടരുന്നത് നോക്കുകൂലി ആവശ്യപ്പെടുന്നതിന് തുല്യമാണെന്ന് ബോട്ടു തൊഴിലാളികൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം നഗരമധ്യത്തിലെ മരത്തിൽ കയറിയ പെരുമ്പാമ്പിനെ പിടിച്ചിറക്കേണ്ട എന്ന് വനം വകുപ്പ്. ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റിച്ച് പാമ്പിനെ താഴെ ഇറക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതുമൂലം പാമ്പ് താഴെ വീണ് ജീവഹാനി ഉണ്ടാക്കിയേക്കാം എന്നതിനാൽ വനം വകുപ്പ് തടഞ്ഞു. എറണാകുളത്തപ്പൻ അമ്പലത്തിന് സമീപത്തുള്ള മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ മരത്തിലാണ് പെരുമ്പാമ്പിനെ രാവിലെ 9 മണിയോടെ നാട്ടുകാർ കണ്ടെത്തിയത്. റോഡിലൂടെ നടന്നുപോയവരാണ് SC/ST മെൻസ് ഹോസ്റ്റലിന്റെ മരത്തിന് മുകളിൽ ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് ഇവർ സമീപത്തുള്ള കടക്കാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പാമ്പിനെ താഴെ ഇറക്കാനായി നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയെങ്കിലും മലയാറ്റൂരിൽ നിന്നെത്തിയ വനം വകുപ്പിന്റെ സംഘം പെരുമ്പാമ്പ് മരത്തിൽ നിന്ന് സ്വയം ഇറങ്ങട്ടെ എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഇത് നിരീക്ഷിക്കാനായി ഒരു ഉദ്യോഗസ്ഥനെയും അവർ ചുമതലപ്പെടുത്തി. നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ സ്വയമേവ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വൈ റിസ്ക് ഇറ്റ്? അപ്പുറത്ത് കണ്ടില്ല, 2ാം നിലയുടെ മുകളിൽ ആസ്ബസ്റ്റോട്ടിലേക്ക് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ക്ഷതം ഉണ്ടാവുകയാണെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രശ്നമാണ്. അത് ഒന്നും കടിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട്, 30 കിലോയിലും വെയിറ്റ് ഉണ്ട്. നമ്മളുടെ ശബ്ദവും മൂവ്മെൻ്റ് ഒക്കെ കാരണം അത് പേടിച്ച് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ലെറ്റസ് ഗിവ് ഇറ്റ് സം ടൈം. അത് റിലാക്സ് ചെയ്ത് കയറിയ പോലെ തന്നെ ഇറങ്ങി വന്നോളും. ഇത്രയും മുകളിലേക്ക് കയറാനായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ഇത്രയും പേര് നിൽക്കുന്നതിൻ്റെ ശബ്ദങ്ങളും നമ്മുടെ അനക്കവും ഒക്കെ അത് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. സാധാരണയായി പ്രദേശത്ത് പലപ്പോഴായി പെരുമ്പാമ്പിനെ കാണാറുണ്ടെന്നും എന്നാൽ ഇത്ര വലിയ പെരുമ്പാമ്പിനെ കാണുന്നത് ആദ്യമായിട്ടാണെന്നും നാട്ടുകാർ പറയുന്നു. ഒഴുക്കിൽപ്പെട്ടോ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് സമീപത്ത് നിന്നാവാം പെരുമ്പാമ്പ് എത്തിയതെന്നാണ് കരുതുന്നത്. പാമ്പിനെ കാണാനുള്ള കൗതുകത്തിൽ ആളുകൾ കൂടിയതോടെ അല്പസമയം ഇവിടെ ഗതാഗത കുരുക്കും രൂപം കൊണ്ടു. അമൃത ന്യൂസ്, കൊച്ചി. KSRTC ബസ് തടഞ്ഞു നിർത്തി മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. കൊല്ലം ആയൂരിലാണ് സംഭവം. KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട മന്ത്രി ബസ്സിന്റെ പിന്നാലെ എത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് മന്ത്രി ജീവനക്കാരെ ശകാരിച്ചു. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് മന്ത്രി തടഞ്ഞത്. CPM ശബ്ദരേഖാ വിവാദത്തിൽ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ശരത് പ്രസാദിനെ ഒഴിവാക്കി. നിലവിലെ ട്രഷറർ റോസൽ രാജ് പുതിയ ജില്ലാ സെക്രട്ടറിയാകും. ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ശരത് പ്രസാദിനെ ഒഴിവാക്കി. പാർട്ടി ഫ്രാക്ഷൻ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA പങ്കെടുത്തു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R രാഹുൽ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. सरस्वती नमस्तुभ्यं वरदे
കൊല്ലൂർ മൂകാംബിക സന്നിധിയെ ഭക്തി നിർഭരമാക്കി ദേവിയുടെ രഥോത്സവം. മഹാനവമിയിൽ ധനുർ ലഗ്നത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു മൂകാംബിക അമ്മ രഥത്തിലേറിയത്. വാദ്യമുഖരിതമായ അന്തരീക്ഷത്തിൽ മന്ത്രോച്ചാരണങ്ങൾ ഉയരവേ കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ദേവീ വിഗ്രഹം എഴുന്നള്ളി ദർശനാനുഗ്രഹങ്ങൾ പകർന്ന് പ്രസിദ്ധമായ രഥോത്സവം നടന്നു. ശതരുദ്രാഭിഷേകം, സുഹാസിനി പൂജ, ചണ്ഡികായാഗം എന്നിവ കഴിഞ്ഞ് ധനുർലഗ്നത്തിലായിരുന്നു ക്ഷേത്രം ഭക്തജനസാഗരമായി മാറിയ രഥോത്സവത്തിനായി മൂകാംബികമ്മ പുറത്തെഴുന്നള്ളിയത്. ശങ്കരാചാര്യർക്ക് നേർദർശനം നൽകിയ വാഗീശ്വരി ചൈതന്യം രഥത്തിലേറവേ ഭക്തമനസ്സുകൾ ദർശനാനന്ദത്തിൻ്റെ നിർവൃതിയിലായി. രഥം ക്ഷേത്രം വലം ചെയ്ത ശേഷം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഭക്തർക്ക് നാണയങ്ങൾ വിതരണം ചെയ്തു. രഥോത്സവം കാണുവാനായി മലയാളികളായ 10,000 ക്ഷേത്രത്തിലെത്തിയിരുന്നു. മഹാകാളിയായും മഹാസരസ്വതിയായും വിളങ്ങുന്ന മൂകാംബികമ്മ രഥോത്സവത്തിനായി പുഷ്പരഥത്തിലേറിയത് 10,000 ദർശന പുണ്യമായി മാറി. സൗവർണികാതീരത്തെ ക്ഷേത്രം മന്ത്രമുഖരിതമായി മാറി. നാളെ രാവിലെ 3:30 മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾക്ക് കൊല്ലൂരിലെ സന്നിധിയിൽ തുടക്കമാകും. കൊല്ലൂരിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കായി പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഒരുങ്ങി. ആയിരക്കണക്കിന് കുരുന്നുകൾ ഇത്തവണയും വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കും. പുലർച്ചെ 4 മണിയോടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സരസ്വതി ക്ഷേത്രങ്ങളിലൊന്നായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിൽ എല്ലാ വർഷവും വിജയദശമി ദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. അറിവിൻ്റെ ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം തേടിയും ദേവീസന്നിധിയിൽ കുരുന്നുകളുടെ വിദ്യാരംഭത്തിനുമായി 10,000 ഈ ദിവസം ഇവിടേക്ക് ഒഴുകിയെത്തും. ഭക്തരെ വരവേൽക്കാനായി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4-ന് പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകളും ആരംഭിക്കും. ഇത്തവണ പതിവിൽ കൂടുതൽ കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുമെന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 4-ന് തുടങ്ങി ഉച്ചകഴിഞ്ഞ് 3 വരെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ആ പൂജ എടുക്കുന്നുള്ള ചടങ്ങ് അവസാനിക്കുകയും നമ്മളെല്ലാവരും വിദ്യാരംഭത്തിലേക്ക് കുരുന്നുകളുടെ ഏകദേശം 40ഓളം ആചാര്യന്മാർ വിദ്യാമണ്ഡപത്തിലുണ്ടാവും. നമ്മൾ വിദ്യാരംഭത്തിനുള്ള പ്രത്യേക ക്യൂ ഉണ്ടാവും. ഒരു 2 മണി 3 മണി വരെ തുടരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടരും. എത്ര പേര് വന്നാലും നമ്മളിവിടെ വിദ്യാരംഭം കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ ഏകദേശം ഒരു 20,000-ലധികം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര പേര് വന്നാലും എഴുതിക്കുകയും ചെയ്യും. മുൻകൂട്ടി രസീത് എടുക്കുകയോ അങ്ങനത്തെ യാതൊരുവിധ ആവശ്യമില്ല. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാദേവതയുടെ സന്നിധിയിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കും. 40ഓളം ആചാര്യന്മാർ കുട്ടികളെ ഹരിശ്രീ എഴുതിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ തന്നെ വിദ്യാരംഭത്തിന് ഇവിടെ അവസരമുണ്ട്. ക്ഷേത്രത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഭക്ഷണത്തിനുമടക്കം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക ഗതാഗത നിയന്ത്രണവും ഒരുക്കിയിട്ടുണ്ട്. KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. മേൽശാന്തി കൈമുക്ക് നാരായണൻ നമ്പൂതിരി, മാനേജർ KN നാരായണൻ നമ്പൂതിരി, അസിസ്റ്റന്റ് മാനേജർ KV ശ്രീകുമാർ തുടങ്ങിയവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അമൃത ന്യൂസ്, കോട്ടയം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയ ഹരിത സ്കൂൾ റാങ്കിങ്ങിൽ താനൂർ അമൃത വിദ്യാലയത്തിന് 8ാം സ്ഥാനം. ഹരിത പാഠ്യപദ്ധതി, ജൈവ വൈവിധ്യ സംരക്ഷണം, ഊർജ്ജ കാര്യക്ഷമത, ജലവിനിയോഗം, മാലിന്യ നിർമ്മാർജ്ജനം, സുസ്ഥിര ഗതാഗതം, നവീകരണവും ഗവേഷണവും നിരീക്ഷണവും റിപ്പോർട്ടിങ്ങും തുടങ്ങിയ 8 മേഖലകളിലെ മികവിലൂടെയാണ് താനൂർ അമൃത വിദ്യാലയം ഈ നേട്ടം കൈവരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സുതാര്യത, തുല്യത, കൃത്യത എന്നിവ ഉറപ്പുവരുത്തിയാണ് 2025-ലെ ദേശീയ ഹരിത സ്കൂൾ റാങ്കിംഗ് നടത്തിയത്. ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകൾക്കൊപ്പം മത്സരിച്ചുകൊണ്ടാണ് താനൂർ അമൃത സ്കൂൾ മികവ് പുലർത്തിയത്. കായിക വാർത്തകൾ നോക്കാം. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ PSG-യും സ്പാനിഷ് ചാമ്പ്യന്മാരുമായ ബാഴ്സലോണയും ഏറ്റുമുട്ടും. രാത്രി 12:30-നാണ് മത്സരം. മറ്റ് മത്സരങ്ങളിൽ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെയും വിയാറയൽ യുവൻസിനെയും മൊണാക്കോ മാഞ്ചസ്റ്റർ സിറ്റിയും നേരിടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കം. 2 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9:30-നാണ് ആരംഭിക്കുന്നത്. പിച്ചിൻ്റെ സ്വഭാവം കൂടി കണക്കാക്കിയായിരിക്കും അന്തിമ 11 ഇന്ത്യ തീരുമാനിക്കുക. 3 സ്പിന്നറെ കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് പുറമെ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ തുടങ്ങിയവരിൽ ഒരാളാകും അന്തിമ 11-ൽ
ഇടം പിടിക്കുക. അതേസമയം ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാകും പേസർമാർ. അതേസമയം റോസ്റ്റൺ ചേസിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന വിൻഡീസ് ടീമിന് പരിക്ക് ഭീഷണിയാണ്. പരിക്കേറ്റ അൽസാരി ജോസഫിന് പകരം JD ബ്ലേഡ്സിനെ വിൻഡീസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 10 മുതൽ ഡൽഹിയിലാണ് രണ്ടാം ടെസ്റ്റ്.